രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണറോട് നിലപാട് കടുപ്പിച്ചാണ് CPI. പാർട്ടി ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടായിരുന്നു പ്രതിഷേധം. ഭാരതാംബ വിവാദത്തിൽ CPIM-നും CPI-ക്കും ഒരേ നിലപാടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രി P പ്രസാദിന്റെ ആലപ്പുഴയിലെ വസതിക്ക് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പരിസ്ഥിതി ദിനാഘോഷത്തിന് മുൻപ് കാവി പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം മന്ത്രി P പ്രസാദ് നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു വിവാദം. രാജ്ഭവനെ സംഘപരിവാർ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കമായാണ് CPI സംഭവത്തെ വീക്ഷിക്കുന്നത്. ഗവർണറുടെ നടപടിയോടുള്ള പ്രതിഷേധ സൂചകമായി എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ഇന്ന് ദേശീയ പതാക ഉയർത്തുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മന്ത്രി K രാജന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൃക്ഷത്തൈ നട്ടു. ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വലിയ പദവിയുടെ ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ബോധ്യമുള്ളതാണ്. അത്തരം ശാഠ്യം പിടിക്കാൻ പാടില്ല. ഭാരതാംബയെ RSSന്റെ പ്രതീകമാക്കി മാറ്റാനുള്ള ബോധപൂർവമായുള്ള ഇടപെടൽ അംഗീകരിക്കില്ലെന്ന് മന്ത്രി K രാജൻ പ്രതികരിച്ചു. പരിപാടിയുടെ മിനിറ്റ്സിൽ വരുത്തിയ മാറ്റം സർക്കാർ പിന്തുടരുന്ന നടപടിക്രമങ്ങൾക്ക് ചേരുന്നതല്ല. ഇതിനാൽ പരിപാടി ഒഴിവാക്കുന്നതായി കാണിച്ച് മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവന് നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഒരു പ്രത്യേക വിഭാഗം മാത്രം ആചരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ ഒരു കാരണവശാലും നാളെ ആയാലും സമ്മതിക്കുകയില്ല. അത് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് എന്തായാലും അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഭാരതാംബ വിവാദത്തിൽ CPIM-നും CPI-ക്കും വ്യത്യസ്ത സമീപനമാണെന്ന ആക്ഷേപങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അസംബന്ധമാണത്. അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത്. P പ്രസാദിന്റെ വീട്ടിലേക്ക് BJP നടത്തിയ പ്രതിഷേധത്തിനിടെ CPI പ്രവർത്തകരുമായി കയ്യാങ്കളി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 ആലപ്പുഴ.